കെ.സി. വേണുഗോപാലുമായി വി.ഡി. സതീശന് കുഴപ്പമില്ലാത്ത ബന്ധമാണ്. ഒരിടയ്ക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. പിന്നീട് വി.ഡി. സതീശൻ നന്നായി വളരുന്നു എന്ന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ചില തിരിച്ചടികൾ നൽകുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ കെ.സിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അല്പം മാറി നിൽക്കുന്നു, എന്നാൽ ബന്ധം മോശമല്ല. എന്നാൽ രമേശ് ചെന്നിത്തലയുമായിട്ടുള്ള ബന്ധം മോശമാണ് എന്ന് തന്നെ പറയാം. രമേശ് ചെന്നിത്തല പല ഘട്ടങ്ങളിലായി തന്നോട് അനീതി കാട്ടി എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടാത്ത അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ടായിട്ടുമെന്നാണ് അദ്ദേഹം പല ഇന്റർവ്യൂകളും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 8 പേർ അദ്ദേഹത്തിന് പിന്തുണയ്ക്കുകയും 12 പേർ വി.ഡി. സതീശനെ പിന്തുണയ്ക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യമില്ല. അത് പല ഘട്ടങ്ങളിൽ പറഞ്ഞു. പിന്നീട് അദ്ദേഹം അത് അങ്ങനെയല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ചകളിലൊക്കെ അദ്ദേഹം ഇങ്ങനെ സജീവമായി നിൽക്കുകയും പാർട്ടി പറഞ്ഞാൽ ഞാനായിട്ട് പറയുന്നില്ല എന്ന രൂപത്തിലൊക്കെ സ്വയം ഒന്ന് പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുകയാണ്. അത് അദ്ദേഹത്തിന് ദോഷം ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ AI ഗ്രൂപ്പുകൾ എന്ന രൂപത്തിൽ അങ്ങനെ ഗ്രൂപ്പുകൾ സജീവമാണോ? അല്ല, അതൊക്കെ ചിതറിപ്പോയിട്ടുണ്ട്. പലപ്പോഴായി ചില പൊതുവിഷയങ്ങൾ വരുന്ന സമയത്ത് നേതാക്കൾ ഐക്യപ്പെടുന്നു, അല്ലാത്തപ്പോൾ വീണ്ടും ചിതറിപ്പോകുന്നു. ഈ രൂപത്തിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്.